ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞും ആലോചിച്ചും ഇസ്ലാമിലേക്ക് വന്നവരാരും ഇവിടെ ഇരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് സാമൂഹികമായോ യുക്തിപരമായോ ശാസ്ത്രീയമായോ പഠിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന ആരും ഇവിടെ ഇരിക്കുന്നില്ല, നിൽക്കുന്നുമില്ല, നടക്കുന്നുമില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വിശ്വസിക്കുന്ന ഉമ്മയുടെയും ബാപ്പയുടെയും മകനായി മകളായി പിറന്നതിൻ്റെ മാത്രം ആനുകൂല്യത്തിലാണ്, അനുഗ്രഹത്തിലാണ് അള്ളാഹുവിൻ്റെ ഷിആറിനെ ബഹുമാനിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഭാഗഭാഗിത്വം ഏറ്റെടുത്തിവിടെ നിലകൊള്ളുന്നത്. അറിവ് ഒരു ചെറിയ സംഗതിയാണ്. നാശത്തിലേക്കും നിർമ്മിതിയിലേക്കും സമൂഹത്തെ നയിക്കുന്ന കാര്യമാണ്. ഏകദേശം പുതിയ തലമുറ മുഴുവനും അറിവന്വേഷിക്കാൻ ജെമിനിയും ചാറ്റ്ജിപിടിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാം. ഒരാളുടെ തലയിൽ സ്റ്റോർ ചെയ്ത ഒന്നുമല്ലാത്ത വിധം മെഷീനുകൾ അറിവിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു കാലത്ത് ആലിം എന്നൊക്കെ പറയുന്ന വാക്കിന് തന്നെ എന്താണ് അർത്ഥവും പ്രസക്തിയും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആലിം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ആളെന്നാണ്, അറിവുള്ള ആളെന്ന് മാത്രമല്ല, ഒരു സംസ്കാരത്തെ ജീവിപ്പിക്കുന്നയാൾ, ഒരു സംസ്കാരത്തെ കൊണ്ടു നടക്കുന്നയാൾ, ഒരു സംസ്കാരത്തെ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുന്നയാൾ. അത് മെഷീൻ ചെയ്യില്ല, യന്ത്രങ്ങൾ ചെയ്യില്ല. നമ്മളൊക്കെ അറബി കോളേജുകളിൽ നിന്നും ദർസുകളിൽ നിന്നുമൊക്കെ സനദ് വാങ്ങുമ്പോൾ സനദ്ദാനം, അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ സനദ് പത്രികയിൽ നമ്മളെ പഠിപ്പിച്ച ഉസ്താദ് മുതൽ സാഹിബുൽ വഹിയായ അള്ളാഹുവിനെ കണ്ടുവന്ന മിഅ്റാജിന്റെ തലേന്നാണ് നാം ഈ സദസ്സ് സംഘടിപ്പിച്ചത്. ഇതുപോലൊരു റജബിൽ അതിന്റെ 27-ാം രാവിൽ അള്ളാഹുവിനെ കണ്ടുവന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ആലോചിക്കണം. അള്ളാഹുവിനെ കണ്ടുവന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയിലേക്ക് മുട്ടുന്ന ആ ശൃംഖല അതിൽ എഴുതിയിട്ടുണ്ടാകും. ഇന്നയാള് പഠിപ്പിച്ചു, ഇന്നയാൾ പഠിപ്പിച്ചു, അയാൾ ഇന്നയാളിൽ നിന്ന് പഠിച്ചതാണ്. ഒരു 47-ാമത്തെ അല്ലെങ്കിൽ 8-ാമത്തെ അല്ലെങ്കിൽ 9-ാമത്തെ കൂടി വന്നാൽ ഒരു 51-ാമത്തെ മനുഷ്യന്റെ പേര് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് സനദ് എന്ന് പറയുന്നത്. സാധാരണക്കാരൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും സനദ് ദാനം എന്നാ പറയാ. സനദ് ദാനം, കോൺവക്കേഷൻ സെറിമണി. ഇസ്ലാമികമായി എന്താണ് ഈ സനദ് എന്ന് ചോദിച്ചാൽ ആ കറുത്ത കുപ്പായല്ല, അല്ലെ വെള്ളക്കോട്ടല്ല. സനദ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് ബന്ധിപ്പിക്കുന്ന ശൃംഖലയിലേക്ക് ഉൾച്ചേർക്കുക എന്നാണ്. നിന്നെ കൂടി താങ്കളെ കൂടി ഇതിലേക്ക് ഉൾച്ചേർത്തിരിക്കുന്നു. അതിനവകാശപ്പെട്ട ഒരു ആലിം മറ്റൊരാലിമിനെ, ശിഷ്യനെ കൂടി അതിലേക്ക് ചേർക്കുകയാണ്. അജസ്തുക കമാ അജാസനി. പല വാക്കുകളും അവിടെയുണ്ട്. ചിലപ്പോൾ ആ വാക്ക് പറയില്ല, അത് അറിയപ്പെട്ട ഒരു പ്രക്രിയ പോലെ നടക്കും. അങ്ങനെ സനദുള്ള ഉലമാഇന്റെ കൂട്ടായ്മ, അതാണ് മുഷാവറ. മുഷാവറ അംഗത്വമായി സ്വീകരിക്കപ്പെട്ട ഒരു പണ്ഡിതനെ സ്വീകരണം എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ വേറെ എന്തോ ആണെന്നും അല്ലെങ്കിൽ എന്തല്ലെന്നും ഒക്കെയുള്ളൊരു വേർതിരിവ് നമുക്ക് മനസ്സിലാവണമല്ലോ. ചില രാജ്യങ്ങളുടെ പാർലമെന്റിന് ഷൂറ എന്നൊക്കെ പറയും,
കൂടിയാലോചനാ സമിതി. ഇത് കേവലം ഒരു വാചികമായ കൂടിയാലോചനാ സമിതിയല്ല, അന്തിമ തീരുമാനം മുഷാവറയുടേതാണെന്നൊക്കെ പറയല്ലോ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. ഇപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ദീനിയായ സംഗതികളിൽ അന്തിമ തീരുമാനം മുഷാവറ കൈക്കൊള്ളുന്നതാണ് എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ മുഷാവറയിലുള്ള 40 ആളിൽ ഏകദേശം ഒരു അറൗണ്ട് 35 ആളൊക്കെ എല്ലാ സമയത്തും ഉണ്ടാകും, ഹയാത്തിലുണ്ടാകും. ആ ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പരമ്പരയിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവരാണ്. ഒരു സമൂഹത്തിൽ അള്ളാഹിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഇസ്ലാമികമായ വിഷയത്തിൽ ഏതിടത്താണോ നിന്നത്, ഏതിടത്താണോ അവരോധിക്കപ്പെട്ടത്, ആ അവരോധിത സ്ഥാനത്ത് നിന്ന് കുടികൊള്ളുന്ന ആൾക്കാരാണ് മുഷാവറ അംഗങ്ങൾ. അങ്ങനെ കാണാനും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് പക്ഷപാതിത്വങ്ങളില്ലാതെ, മുൻവിധികളില്ലാതെ ഇതാണ് ദീനിന്റെ സിസ്റ്റം എന്ന് മനസ്സിലാക്കി കീഴൊതുങ്ങി അംഗീകരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഋജുവായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ബയാസ്ഡ് ആണ്, നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ ഞാനവിടെ വിശദീകരിച്ച് പറയുകയല്ല, അത് നിങ്ങളുടെ നാടിനും വലിയ അഭിമാനമാണ്, നമ്മുടെ നാടിനും വലിയ അഭിമാനം തന്നെയാണ്. നമുക്ക് ഖലാ നൽകി വരുന്ന, മാസം ഉറപ്പിച്ചു തരുന്ന, നിക്കാഹിന് ഒഴിവുണ്ടെങ്കിൽ കാർമ്മികത്വം വഹിച്ചു തരുന്ന, ദുആ ചെയ്തു തരുന്ന, അല്ലാഹുവാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സാത്വികനായ മനുഷ്യൻ. പരിചയപ്പെടുത്തലും മുഖസ്തുതിയും രണ്ടും രണ്ടാണ്. ഒരു അറബി കോളേജിൽ 35 കൊല്ലം തുടർച്ചയായി തദ്രീസ് ചെയ്യുക എന്നുള്ളത് അതൊരു തൗഫീഖാണ്. കടമേരി റഹ്മാനിയയിൽ അദ്ദേഹം നിശബ്ദമായി എങ്കിലും ശബ്ദോന്മുഖമായി ധാരാളം രചനകളുടെ ഉടമസ്ഥൻ, നിശബ്ദമായി അറിവിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം ഏതാണ്? ഹജ്ജോ, ഉംറയോ, ഖുർആനോ, സദക്കയോ, പോരാട്ടമോ? അതൊക്കെ ഓരോ അർത്ഥത്തിൽ വലുതാണ്, ഒന്നും ഒന്നിനേക്കാൾ ചെറുതൊന്നുമല്ല. പക്ഷെ നിരുപാധികം ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം പരിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അവരുടെ കാര്യങ്ങളും പാഠങ്ങളും അറിയുന്ന, പഠിക്കുന്ന ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. فإن الاشتغال بالعلم من أفضل الطاعات وأولى ما أنفقت فيه نفائس الأوقات എന്ന് പറയും. അള്ളാഹിനെയും റസൂലിനെയും മനസ്സിലാക്കി കൊടുക്കുന്ന പഠന, പ്രബോധന, പ്രചരണ പ്രവർത്തികളിൽ ഏർപ്പെടൽ, അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള വിധേയത്വം. നിർവഹിക്കപ്പെടുന്ന ശ്വാസോച്ഛ്വാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം കടന്നു പോകുന്ന സമയങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമയവും ഇൽമിനോട് ബന്ധപ്പെടുന്ന സമയങ്ങളാണ്. ഇൽമിന്റെ പ്രാധാന്യം വലിയതാണ്. ഞാൻ എൻ്റെ വിഷയം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയല്ല. പുതിയ കാലത്ത് അതിനോടൊന്നും വേണ്ട വിധം ഒരു ബഹുമാനമോ ആദരമോ തഴുതിയമോ ഇല്ലാതെ തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കാൻ വരുന്ന ലാഘവത്തോടെ ദീന് പറയാനും നേതൃത്വം നൽകാനും വരുന്ന ഉലമായിനോട് പോലും വർത്തിക്കുന്ന ഒരു കാലത്ത് ഇൽമിന്റെ മഹത്വം ഉൾക്കൊണ്ടേ പറ്റൂ. ആലിം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തലയിൽ കുറെ ഇൽമ റെക്കോർഡ് ചെയ്ത് വെച്ച, ബൈഹാട്ട് ആക്കി വെച്ച മനുഷ്യനല്ല ആലിം. അത് ആലിമാണ്. പക്ഷെ സാങ്കേതികമായ ആലിം ഈ സംസ്കാരത്തെ ബാക്കിയാക്കുന്ന വ്യക്തിയാണ്. മദ്രസയെ ബാക്കി വെക്കുന്ന, പള്ളിയെ ബാക്കിയാക്കുന്ന, ഹദ്ദാദിനെ ബാക്കിയാക്കുന്ന, റാത്തീബിനെ ബാക്കിയാക്കുന്ന, ഹൽക്കകളെ നിലനിർത്തുന്ന, ഇസ്ലാമിന്റെ സിസ്റ്റങ്ങളെ, കസ്റ്റംസിനെ, സംസ്കാരങ്ങളെ, ശീലങ്ങളെ
അതിനെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് സാങ്കേതികമായി ആലിം. ഒരു അവിശ്വാസിയായ ഒരു സഹോദരൻ ഇസ്ലാമിലേക്ക് വന്നു എന്നിരിക്കട്ടെ, ആൾക്കാരും ഇല്ല, കുടുംബക്കാരൊക്കെ അപ്പുറത്ത് തന്നെയാണ്. അദ്ദേഹം ഒരു നാട്ടിലെ ഒരു മുഫ്തിയോട് വന്ന് ചോദിച്ചു, എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു 50 ലക്ഷം ഉറുപ്പികയുണ്ട്, അല്ല 1 കോടി ഉറുപ്പികയുണ്ട്. എന്റെ ഫാമിലി തൽക്കാലം എന്റെ കൂടെ ഇല്ല. എനിക്ക് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഒരു വീട് വെച്ച്, ഒരു മഹലിൽ വീട് വെച്ച് അവിടെ താമസിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എവിടെയാണ് ഞാൻ വീട് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ ഉത്തരം? അതിലുണ്ടല്ലോ, പ്രാന മുതലാളിയാണെന്ന് കിടക്കട്ടെ, കോടികളുണ്ട്, എവിടെയും വീട് വെക്കാം അയാൾക്ക്. വിശ്വപൗരനാണെന്നിരിക്കട്ടെ, മക്കയും മദീനയും കുടികൊള്ളുന്ന സൗദിയിൽ വീട് വെക്കാനുള്ള സ്വാധീനമുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ, വേറെ ഇസ്ലാമിന്റെ വലിയ ഈറ്റില്ലങ്ങളായ പോറ്റില്ലങ്ങളായ അറബ് പ്രവിശ്യകളിൽ പൗരത്വമെടുത്ത് വീട് വെക്കാൻ സ്വാധീനമുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ, അല്ലെന്നിരിക്കട്ടെ, ആരായാലും ആ മനുഷ്യനോട് പറയാൻ പറ്റുന്ന ഇസ്ലാമികമായ മറുപടി, ഏത് നാട്ടിലാണോ ഏറ്റവും കൂടുതൽ ഉലമാക്കളുള്ളത് ആ നാട്ടിൽ വീട് വെക്കലാണ് സുന്നത്ത് എന്നാണ്. അത് മക്കയാണെങ്കിൽ മക്ക, മദീനയാണെങ്കിൽ മദീന, അത് ബാവുപ്പാറയാണെങ്കിൽ ബാവുപ്പാറ, ആ നിലക്കൊക്കെ സെയിമാണ്. എവിടെയാണോ അള്ളാഹുവിനെയും റസൂലിനെയും അറിയുന്ന മനുഷ്യർ, ആ സംസ്കാരം ബാക്കിയാക്കുന്ന മനുഷ്യർ കൂടുതലുള്ളത്, അവിടെ വീട് വെക്കലാണ് സുന്നത്ത് എന്ന്. കാരണം ആലിമീങ്ങളില്ലാതായാൽ ഈ മഹത്തായ ദർശനം തെറ്റിദ്ധരിക്കപ്പെടും. ട്രഡീഷണൽ പണ്ഡിതന്മാർ അവര് പറഞ്ഞതും എഴുതിയതും പഠിപ്പിച്ചതുമൊക്കെ വളരെ ഫിറ്റായിരിക്കും എത്ര കാലം മുന്നോട്ട് പോയാലും. ഇവിടെ ധാരാളം സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. 1-2 ഉദാഹരണങ്ങൾ. ഇപ്പൊ നമ്മുടെ മദ്രസയിലെ പാഠപുസ്തകം മുതലേ പറയുന്ന ചില ഫിഖഹിയായ സംഗതികൾ, പുതിയ കാലത്തെ എക്സ് മുസ്ലിംസും അല്ലെങ്കിൽ മുസ്ലിം വിമർശകരും യുക്തിവാദികളുമൊക്കെ പലപ്പോഴും വിമർശിക്കുന്ന ചില കാര്യങ്ങൾ. ഇസ്ലാമിലെ ഇദ്ദ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ആലോചിച്ച് നോക്കൂ. ഫിഖ് അറിയുന്ന ഉലമാക്കളാണ് സമസ്തയുടെ, ഫിഖിൽ പ്രത്യേകം പ്രാവീണ്യമുള്ള ഉലമാക്കളാണ് സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ മുഴുവനും. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊടിയ അനീതിയല്ലേ? അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടിക്രമമല്ലേ ഇദ്ദ എന്നൊക്കെയുള്ളതാണ് ആരോപണം. ചില സ്ത്രീകൾക്കും പരിഭവം ഉണ്ടാവും, ഇതെന്തിനാണ് ഈ ഇദ്ദ? വാസ്തവത്തിൽ സ്ത്രീ ഫേവറാണ് ഇദ്ദ. പെണ്ണിന് അനുകൂലമായ പെൺമനസ്സിന്റെ പ്രതിനിധാനമാണ് ഇദ്ദ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്. ഇദ്ദ ഇല്ലായിരുന്നുവെങ്കിലെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമുക്കൊരു ടെൻഷൻ വന്നു, ഉള്ളിൽ അത്രയും തട്ടുന്നൊരു സങ്കടമാണ്. ഒരു ചെറിയ സങ്കടമല്ല, വലിയൊരു സങ്കടം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളൊക്കെ എന്താ ചെയ്യുക? മൊബൈൽ ഫോൺ തൽക്കാലത്തേക്ക് ഓഫാക്കി വെക്കും, അല്ലെ ഫ്ലൈറ്റ് മോഡ് ഓണാക്കും. വീട്ടിൽ പോയി നമ്മൾ പറയുന്ന ഈ 2 ദിവസം നന്നായി ഒന്ന് ഉറങ്ങ്, എന്നാൽ കുറേ ശരിയാകും. മുറിയിൽ പോയി വാതിലടച്ച് ലൈറ്റ് ഓഫാക്കി കിടന്നുറങ്ങും, ആരോടും കാര്യമായി സംസാരിക്കില്ല. അത് റിലാക്സേഷനാണ്. ഈ പറഞ്ഞ പരിപാടിയുടെ വ്യവസ്ഥാപിതമായ രൂപത്തിനാണ് ഇദ്ദ എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം, ഫിഖ്. ഇസ്ലാമിലെ ഫിഖിന് എന്ത് പ്രാധാന്യം എന്നൊക്കെയുള്ളതാണ് സമസ്തയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യാൻ പുതിയ കാലത്തുള്ള പലരും പറയുന്ന വാദങ്ങൾ. ഭർത്താവ് മരണപ്പെട്ടു പോയൊരു പെണ്ണിനോട് നീ ഇനി സൽക്കാരത്തിന് പോകണ്ടെന്നേ പറയാൻ ആ പെണ്ണിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് പറയാൻ കഴിയൂ?
ഇവിടെ ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ മയ്യത്ത് എടുത്തിട്ടേ ഉള്ളൂ. അതിഥികൾ നിരന്തരം വരും. ഇപ്പോൾ ഓർക്കൊക്കെ ചായ വെക്കുക, ചോറ് വെക്കുക, പലഹാരം വെക്കുക, അവരെ സ്വീകരിക്കാൻ ഉമ്മറത്ത് പോയി നിൽക്കുക, അവർ ചോദിക്കുന്നതിന് സമാധാനം പറയുക, അതിഥികളല്ലേ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്, കളർഫുള്ളായ ഡ്രസ് അണിയുക. ഇതൊക്കെ ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയോട് ചെന്ന് പറഞ്ഞാൽ അതവർക്കൊരിക്കലും സഹിക്കാൻ, ഉൾക്കൊള്ളാൻ പോലും പറ്റുന്ന കാര്യമായിരിക്കില്ല. ഒരു ഭർത്താവ് മരിച്ചാൽ ഏറ്റവും സങ്കടമുള്ള ആൾ ഒരു മനുഷ്യൻ മരിച്ചാൽ ഏറ്റവും സങ്കടമുള്ള വ്യക്തി അതാണാണെങ്കിൽ ഭാര്യയായിരിക്കും. ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും അവർക്കിടയിൽ സ്നേഹമുണ്ടെങ്കിൽ. കാരണം ഈ ഭാര്യയല്ലാത്ത എല്ലാ ആളുകൾക്കും അവരനുഭവിക്കുന്ന വിഷമം പങ്കുവെക്കാൻ പറ്റും. മോനുമായിട്ടുള്ള സ്വകാര്യത ഉപ്പ ഉമ്മയോട് പറയും, ഉമ്മ ഉപ്പയോട് പറയും, മക്കൾ പരസ്പരം പറയും, ഫ്രണ്ട്സിനോട് പറയും, നാട്ടുകാരോട് പറയും. ഇസ്ലാമിൻ്റെ ഒരു സിസ്റ്റമാണെങ്കിൽ ഭർത്താവിൻ്റെ ഒപ്പമുള്ള സ്വകാര്യത ഭാര്യയ്ക്ക് ഒരാളോടും പറയാൻ പോലും പറ്റില്ല. ഭാര്യയോടുള്ളത് ഭർത്താവിനും പറയാൻ കഴിയില്ല. മെൽറ്റഡ് ആണ്. അത് സ്വയം ആലോചിച്ച് ഉരുകി 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 അങ്ങനെയായിരിക്കും. ഈ പരമ്പിതി ചുമ്മാ വിട്ട് എന്നുള്ള പഴയ പാട്ടുണ്ടല്ലോ, അതിലൊരു വരിയുണ്ടല്ലോ, പോയി 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 തനി എനിക്കാരെന്നോ ഒരു വരിയുണ്ടല്ലോ. ഈ ഒരു വേദിയിൽ എങ്ങനെ ഇപ്പൊ പാട്ട് പാടിക്കുക? ആ പാട്ടിന്റെ ക്ലൈമാക്സ് അതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അവരുടെ സങ്കടം പരസ്പരം പറയാം. ഈ ഭാര്യക്ക് ആ സങ്കടം ആരോടും പറയാനില്ല. അപ്പൊ ആ പെണ്ണിനോട് പറയുകയാണ് ഇസ്ലാം, നിന്റെ സങ്കടം മാറുന്നത് വരെ നീ ആരോടും ഒന്നും പറയണ്ട. അതിനെയൊക്കെ മറ്റൊരർത്ഥത്തിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. നമുക്ക് നന്നായി മൈഗ്രെയിൻ ഉള്ള സമയത്ത് കളർഫുള്ളായ ഡ്രസ്സ് അണിയാൻ നമുക്ക് പറ്റൂല. ഒരു കേവലം തലവേദനയാണ്. തലവേദനയെ കേവലം എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയതല്ല. തലവേദനിച്ച അത് തന്നെ വലുത് അല്ലേ? പല്ല് വേദനിക്കുന്നത് വരെ ചെവിട് വേദനയാണ് വലുത്. കാലിൻ്റെ നഖത്തിൻ്റെ അറ്റത്ത് പഴുക്കുന്നത് വരെ മോണയിലെ പഴുപ്പാണ് വലുത്. ഒന്ന് വരുമ്പോൾ അതാണ് വലുത്. ഒന്നിനേക്കാൾ ചെറുതാക്കുകയല്ല. പക്ഷെ അറ്റ് മിനിമം തലവേദന എടുക്കുന്ന ഒരു മനുഷ്യനോട് കളർഫുള്ളായൊരു ഡ്രസ് ഇടാൻ പറഞ്ഞാൽ ആ മനുഷ്യന് പോലും അത് സാധിക്കുകയില്ല. നിറങ്ങൾ കുറഞ്ഞ ലൈറ്റായ ഡ്രസ്സാണ് സങ്കടം വരുമ്പോൾ മനസ്സിനൊന്നുകൂടി ആപ്റ്റായി തോന്നുക. അതുകൊണ്ടല്ലേ ലോകത്ത് നേഴ്സും ഡോക്ടേഴ്സും ഒക്കെ വെള്ള വസ്ത്രം അണിയുന്നത്. എത്ര അക്കം ശമ്പളം വാങ്ങുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും സർവീസിലാണെങ്കിൽ അത് ഒരു സ്റ്റാൻഡേർഡ് ആശുപത്രി ആണെങ്കിൽ വെള്ളയിലേക്ക് മാറണം. നേഴ്സുമാർ വെള്ളയിലേക്ക് മാറണം. കാരണം എന്താ? ഇവരെ അനുഭവിക്കുന്നവരുടെ മനോനില അതാണ്. ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും കാണാൻ ചെല്ലുന്നവർ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. ആ വിഷമം അനുഭവിക്കുന്നവർക്ക് മുമ്പിലേക്ക് ജൂഗുൽബന്ദി കളറുമായി പോകുന്നത് അവരെ അലോസരപ്പെടുത്തലാണ്, ഇറിറ്റേഷനാണ്. അതാണ് ഇവിടെയും. ഭർത്താവ് മരിച്ച് സങ്കടപ്പെടുന്ന പെണ്ണിനോട് പറഞ്ഞു, അധികം നിറങ്ങൾ അണിയേണ്ടതില്ല. എത്ര ജെനുവിനാണ്. ഇസ്ലാമിക ഫിഖഹിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രാക്ടീസ് എത്ര പ്രകൃതിപരമാണ് എന്നുള്ളതാണ്. എത്ര പ്രകൃതിപരമാണ്. ഇപ്പൊ ആശുപത്രിയിലെ സർജിക്കൽ വാർഡിലെ നേഴ്സും ഡോക്ടറും പച്ചയായിരിക്കും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. കാരണം അതൊരു മനസ്സിന് തണുപ്പ് കൊടുക്കുന്നൊരു നിറാണ്.
അപ്പൊ അതാണ് ഈ കേവലം ഒരു പ്രാക്ടീസിനെ ചുറ്റിപ്പറ്റി ഞാനിങ്ങനെ സംസാരിച്ച് നേരം കളയുകയല്ല. ഏറ്റവും ആരോപണം നേരിടുന്നതാണ് ഏറ്റവും മാനവികം. ഇസ്ലാമിന്റെ സൗന്ദര്യം ആലോചിക്കണം. ഭരണകൂടവും അല്ലെങ്കിൽ പൊതുസമൂഹവും നിയമനിർമ്മാണ സഭകളും പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഇസ്ലാമിലുള്ള ത്വലാഖിനോളം സുന്ദരമായൊരു നിയമം ഇസ്ലാമിലുണ്ടോ? ത്വലാഖിനോളം സുന്ദരമായൊരു നിയമം, മറിച്ച് പറഞ്ഞാൽ ഇസ്ലാമിലെ ത്വലാഖിനോളം സുന്ദരമായൊരു നിയമം ലോക നിയമസംഹിതയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ത്വലാഖൊരു ഏറ്റവും അശുഭകരമായൊരു കാര്യമാണ്. അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സമ്മതമുള്ള കാര്യമാണ് ത്വലാഖ്. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ത്വലാഖ് ചെല്ലുമ്പോൾ അതിനോടുള്ള പ്രതിഷേധാത്മകമായിട്ട് അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിപ്പോകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ഫതുഹുൽ മുഈൻ എടുത്താലും തുഹ്ഫ എടുത്താലും എല്ലാ ഇസ്ലാമിന്റെ ഫിഖഹിന്റെ കിതാബ് എടുത്താലും പേജുകളാണ് ത്വലാഖിന്റെ ബഹസ്, പേജുകൾ. ത്വലാഖിന്റെ ബാബ് എന്ന് പറഞ്ഞാൽ അതൊരു ബാബ് തന്നെയാണ്. അവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് നോക്കൂ, ഇംസാക്കും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. ഏകദേശം എല്ലാവരും എത്തിയില്ലേ? വഅലൈക്കും അസ്സലാം. നമ്മുടെ അതിഥി നേതാവ് സയ്യിദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ജമലീലി തങ്ങളും എത്തി. ഇനിയും നീട്ടുന്നത് ഭംഗിയില്ലാന്ന് തോന്നുന്നല്ലേ? സംഘാടകർ നമ്മൾ നിക്കാഹിന്റെ സഭ കൂടിയാൽ നിക്കാഹിന്റെ ഖുത്ബയിൽ ആമുഖമായിട്ട് നമ്മൾ ഈ വാക്ക് കേൾക്കാറുണ്ട്. ഖുർആന്റെ ആ ആയത്ത്, ഇംസാക്കും ബിൽ മഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. നല്ല നിലക്ക് ഈ ഭാര്യയെ നീ കൊണ്ടു നടക്കണം. പറ്റുന്നില്ലേ? പോറലും പരിക്കും ഏൽപ്പിക്കാതെ എന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന അമ്മോശന്റെ മനോവ്യതയാണ് വാസ്തവത്തിൽ ഖുർആൻ പ്രമേയമാക്കുന്നത്. ഏത് കല്യാണത്തിൻ്റെ പാട്ടെടുത്താലും, കാനോത്തിൻ്റെ പാട്ടെടുത്താലും, നിക്കാഹിൻ്റെ പാട്ടെടുത്താലും അതിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമായിരിക്കും ഈ അമ്മോശൻ എന്ന് പറയുന്ന ഒരാൾ, അല്ലേ? അമ്മായിയുമ്മക്ക് വലിയ സ്ഥാനമാണ്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോളെ എന്താണ് അമ്മായി, പാല് കാച്ചാൻ അമ്മായി ഉണ്ട്, മൂതിരിട്ട് കൊടുക്കാൻ അമ്മായി ഉണ്ട്, നട്സും ചോക്ലേറ്റും കൊടുക്കാൻ അമ്മായി ഉണ്ട്. അമ്മായി ഒരു നല്ല കഥാപാത്രമാണ് കല്യാണ കഥകളിൽ. പക്ഷെ ഈ അമ്മോശൻ ഏത് കല്യാണ കഥയിലും ഒരു വില്ലൻ കഥാപാത്രമാണ്. ഇനി കല്യാണം കഴിഞ്ഞും ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകുമ്പോൾ മുടക്കം അമ്മോശൻ, ആ ജോലി മാറ്റി ഈ ജോലിയിലേക്ക് പോകുമ്പോൾ മുടക്കം അമ്മോശൻ, ഒരടങ്ങാറ് പിടിച്ച കഥാപാത്രം. പക്ഷെ ഈ അമ്മോശനെ ഏറ്റവും സുന്ദരമായി അമ്മോശന്റെ പക്ഷത്ത് നിന്ന്, അമ്മോശന്റെ സൈഡിൽ നിന്ന് നിക്കാഹിനെ അവതരിപ്പിച്ച ലോകത്തെ ഏക വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ നിക്കാഹിനെ അവതരിപ്പിച്ചത് പെണ്ണിന്റെ പിതാവിന്റെ സൈഡിൽ നിന്നാണ്. പെണ്ണ് കെട്ടുന്ന ഭർത്താവിന്റെ സൈഡിൽ നിന്നുമല്ല, കാനോത്ത് കഴിഞ്ഞു കൊടുക്കുന്ന വക്കാലത്തേറ്റെടുക്കുന്ന കാദിയുടെ സൈഡൊന്നുമല്ല, ആരെ സൈഡൊന്നുമല്ല. നിക്കാഹിനെയും ത്വലാഖിനെയും അവതരിപ്പിക്കുന്നത് അമ്മോശന്റെ സൈഡിൽ നിന്ന്. അമ്മോശൻ പുതിയാപ്പിളയോട് പറയുന്ന വർത്തമാനമാണ് അള്ളാഹു പറയുന്നത്.
നാട്ടു നടപ്പ് പ്രകാരം 18ഓ 20ഓ ഒക്കെ വയസ്സാകുമ്പോൾ ഈ കുട്ടിയെ കെട്ടിക്കുകയാണ്. പെൺകുട്ടിയാകുമ്പോൾ ഒരു വിഷയമുണ്ട്. ആൺകുട്ടിയാകുമ്പോൾ ഏറ്റവും അറ്റാച്ച്മെന്റ് ഉമ്മയോടായിരിക്കും പൊതുവെ, അപൂർവം മാറും. മോളാണെങ്കിൽ ഏറ്റവും അറ്റാച്ച്മെന്റ് ബാപ്പയോടായിരിക്കും. ഉമ്മനേക്കാൾ ഒന്നുകൂടി ഒട്ടിപ്പ് ഉപ്പാനോടായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു 10-12 വയസ്സാകുമ്പോഴേക്ക് ഈ മോളെയും ഈ ഉപ്പയെയും തമ്മിൽ അകറ്റുന്ന ഒരു നാട്ടു നടപ്പുണ്ടാകും. പിന്നെ അധികം തൊടൂല, ഒന്നിച്ച് നിൽക്കൂല, മണക്കൂല. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ദൂരെ നിന്ന് ഫാത്തിമ ബീവി വരുമ്പോൾ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി നടന്ന് ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ച് മുത്തും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞതിന് ശേഷവും മാ റഅയ്തു അശ്ബഹ സിംതൻ വലാ ഹദിയൻ ബി ഫാത്തിമത അല്ല മാ റഅയ്തു അശ്ബഹ സിംതൻ വലാ ഹദിയൻ മിൻ ഫാത്തിമത ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിയാമിഹാ വ ഖുഊദിഹാ എന്ന് സയ്യിദത്ത് സിദ്ദീഖ ആയിഷ ബീവി പറയുന്നുണ്ട്. റസൂല് നിന്നാൽ ഫാത്തിമ നിന്ന പോലെ, റസൂല് നടന്നാൽ ഫാത്തിമ നടക്കുന്ന പോലെ, എല്ലാം മുറിച്ചു വെച്ച പോലെ. ആ ഫാത്തിമ അങ്ങന്ന് വരുന്ന കാണുമ്പോൾ ഇങ്ങന്ന് അങ്ങോട്ടേക്ക് പോയി കൈമുത്തും. മോളെ കൈമുത്തുന്ന ബാപ്പ, ബാപ്പാന്റെ കൈമുത്തുന്ന മോളല്ല, മോളെ കൈമുത്തുന്ന ബാപ്പയാണ്. പക്ഷെ എന്തായി? 18-ാം വയസ്സിൽ മോളെ കെട്ടിക്കണം. ആ മോളെ കെട്ടിക്കാൻ വേണ്ടി മോളെ സമ്മതം എടുത്തിട്ട് അല്ലേ സമ്മതം എടുക്കാതെ ഈ അമ്മോശനാകുന്ന മനുഷ്യൻ നിക്കാഹിന്റെ പന്തലിൽ വന്നിരിക്കുമ്പോ ഈ അമ്മോശനെ പുതിയാപ്പിളയോട് പറയണമെന്നുണ്ട്, മോനെ എനിക്ക് പോറ്റി മതിയായിട്ടല്ല നിന്റെ കയ്യിൽ തരുന്നത്, എനിക്ക് പോറ്റി മതിയായിട്ട് തരുന്നതല്ല നിന്റെ കയ്യിൽ. എൻ്റെ പൊന്നു മോളെ, എൻ്റെ മുത്തുമോളെ എൻ്റെ വീട്ടിൽ ബാധ്യതയായിട്ടും ഭാരമായിട്ടും അതും തരുന്നതല്ല. എനിക്ക് ഇപ്പോഴും അവൾ പ്രിയപ്പെട്ടവളാണ്. ആരും അവളെ കൂടെ ഇല്ലെങ്കിലും മരിക്കുന്നവരെ ഞാൻ പോറ്റാൻ സന്നദ്ധനുമാണ്. അതുകൊണ്ട് ചെക്ക, പുതിയാപ്പിള, മാപ്പിള, നിന്നോട് എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ ഇംസാക്കും ബിൽ മഅറൂഫ്, ദീനിയായും ശറഈയായും സാമൂഹികമായും ഭരണഘടനാപരമായും ഏതൊക്കെ നിയമപരമായ മതപരവും സാമൂഹികവുമായിട്ടുള്ള ചട്ടങ്ങളുണ്ടോ അത് മുഖേന അറിയപ്പെട്ട എല്ലാ മാനം മര്യാദയും പാലിച്ചുകൊണ്ട് എൻ്റെ മോളെ നീ പോറ്റണം, എൻ്റെ മോളെ നീ നോക്കണം. ഇനി മനുഷ്യരല്ലേ, മനസ്സല്ലേ, ജീവിതമല്ലേ. ഏതെങ്കിലും ഘട്ടത്തിൽ കൂടെ നിൽക്കാനും നടക്കാനും പൊറുക്കാനും ജീവിക്കാനും പ്രയാസകരമാണെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കണം. ഔ തസ്രീഹും ബിഇഹ്സാൻ. എന്ത് മനോഹരമായ വാക്കാണത്. അമ്മോശന് വേണ്ടി അള്ളാഹു പറയുകയാണ്, പുതിയാപ്പിളെ നിനക്കെന്റെ മോളെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഔ തസ്രീഹും ബിഇഹ്സാൻ, ഒരിടത്തും പോറലോ പരിക്കോ ഇല്ലാതെ ഒരു ട്രോമയിലും അകപ്പെടുത്താതെ ഞാൻ തന്നതുപോലെ എൻ്റെ കയ്യിലേക്ക് എൻ്റെ പൊന്നുമോളെ തിരിച്ചേൽപ്പിച്ചേക്കണേ. മാപ്പിളപ്പാട്ട് എഴുതിയപ്പോൾ പുറത്താക്കപ്പെട്ട അമ്മോശൻ, കല്യാണ കത്തുപാട്ടിൽ സ്ഥാനമില്ലാതെ പോയ അമ്മോശൻ. പക്ഷെ ആ അമ്മോശന്റെ ഹൃദയവേദു മഹാവേദ പുസ്തകത്തിന്റെ തമ്പുരാനായ അള്ളാഹു കഥയിലെടുത്തു, പ്രമേയമാക്കി. അവിടെ എവിടെയാണ് ഇതേപോലെയുള്ള ഉലമാഇന്റെ പ്രസക്തി? അള്ളാഹു പറയുന്ന വാക്ക് നോക്കൂ, ഔ തസ്രീഹും ബിഇഹ്സാൻ. വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്. എന്താണ് ഇഹ്സാൻ? ഇഹ്സാന്റെ നിർവചനം എന്താണ്? അവിടെയാണ് സൂഫി ഉലമാഇന്റെ പ്രാധാന്യം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ഓർമ്മയിൽ ജീവിക്കലാണ് മോനെ ഇഹ്സാൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദേഷ്യം തലച്ചോറിലും തലയോട്ടിയിലും മൂക്കിലും ശുണ്ടിയുടെ തീപ്പരി വാറുമ്പോ
ഇതാരും അറിയുന്നില്ലെന്ന് കരുതി, ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി, ദുർബലയായ സ്ത്രീയാണെന്ന് കരുതി, 4 പറ്റ പെണ്ണെന്തായാലും എൻ്റെ കൂടെ തന്നെ ജീവിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ അവരുടെ നേരെ വായയിൽ വരുന്നത് കോതക്ക് പാട്ടെന്ന പോലെ തെറിപ്പാട്ട് പാടാൻ പാടില്ല. ആ പെണ്ണിന് നിന്നെ പ്രതിരോധിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും നിന്റെ തലക്ക് മുകളിൽ ഞാനുണ്ട്. അതാണ് ഔ തസ്രീഹും ബി ഇഹ്സാൻ എന്ന് അല്ലാഹു അമ്മോശന് വേണ്ടി പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്നുള്ള വിവാഹമോചനത്തിന്റെ സംഗതി ആലോചിച്ച് നോക്കൂ. വിവാഹമോചനത്തിന്റെ സിനിമക്കാര്, കായിക താരങ്ങൾ, കലാതാരങ്ങൾ വിവാഹമോചനത്തിന്റെ പിറ്റേന്ന് നേരത്തോട് നേരമാകും മുമ്പ് ഫേസ്ബുക്കിൽ ലൈവിൽ വരും, ചാനലിൽ വരും. എൻ്റെ 4 കോടി അടിച്ചു മാറ്റി, 10 കോടി അടിച്ചു മാറ്റി, ഓന് വേറെ ബന്ധമുണ്ട്, ഇവള് വേറെ ബന്ധമുണ്ട്. നമ്മുടെ നാട്ടിൽ നടപ്പും തലാക്കായ പിറ്റേന്ന് കോടതി പോകുക എന്നുള്ളതാണ്. മാനം കെടുത്താൻ, 10 ലക്ഷം വാങ്ങാൻ. തലാഖൊക്കെ അനിവാര്യ ഘട്ടത്തിൽ മഹാന്മാരായ കാദിമാർ ഇവിടെ ഉണ്ടല്ലോ. ഇസ്ലാമിന്റെ സിസ്റ്റം എത്ര സുന്ദരമാ. നേരത്തെ തലാഖ് ചൊല്ലിയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യൽ സുന്നത്താണ് ഇസ്ലാമിൽ. ആലോചിച്ച് നോക്കൂ. വിവാഹമോചനം ചെയ്ത സ്ത്രീക്ക് വേണ്ടി, മുൻ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യൽ ഭർത്താവിനും സുന്നത്താണ് പരിശുദ്ധ ഇസ്ലാമിൽ. സോഷ്യൽ മീഡിയയിൽ പോയി തെറിവാക്ക് പറയാനല്ല ഇസ്ലാമിലെ ത്വലാഖ്. കോടതിയിൽ നിന്ന് കാശ് വാങ്ങാനുള്ള ഏർപ്പാടല്ല ത്വലാഖ്. അള്ളാഹ് അറിയുന്നുണ്ട് എന്ന് കരുതലാണ് ത്വലാഖ്. അപ്പൊ ഞാൻ ഇനി ദീർഘിപ്പിക്കുവാനല്ല. ബഹുമാനപ്പെട്ട ബഷീർ അബ്ദുള്ള ഫൈസി ഉസ്താദിനെ കുറിച്ച് സംസാരിച്ചപ്പോ, മഹത്തായ മുഷാവറയുടെ പ്രാധാന്യം പറഞ്ഞപ്പോ ഫിഖഹിന്റെ സോഷ്യൽ ഫങ്ഷണാലിറ്റി സൂചിപ്പിച്ചതാണ്. ഇവരൊക്കെ പഴയ ഫിഖഹും കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ എന്ന് ചിലപ്പോൾ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് വെറുതെ വിചാരിക്കുന്ന ആൾക്കാർക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ ഫിഖഹാണ് ഇന്നത്തെ ഈ 2026-ലും മതേതര സമൂഹങ്ങളെ മര്യാദക്ക് ജീവിപ്പിക്കുവാൻ, അവർക്ക് മാർഗദർശനം ചെയ്യുവാൻ സാധിക്കുന്ന ഏക ഫിലോസഫി. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക്, മുഷാവറ അംഗങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക്, നേതാക്കന്മാർക്ക് ദീർഘായുസ് മാഫിയത്ത് നൽകുമാറാകട്ടെ. അതിഥികൾ വരുന്നത് വരെ ആ ഗ്യാപ്പടക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചുമതല. ഇനിയും ഞാൻ പറയൽ അതവുകേടാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ ദുആ ചെയ്യുമ്പം ഈ സാധുവിനെയും ഓർക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.